പറയട്ടെ, മുഖ്യമന്ത്രിയുടെ ഇന്നലെ കേസെടുത്തു. ഒരു പരാതിക്കാരൻ പോലുമില്ല, പരാതിക്കാരി ഇല്ലാത്ത ഒരു വിഷയത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ മുഖ്യമന്ത്രി ഈ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്തെന്ന് ചോദിച്ചാൽ വിവാഹേതര ബന്ധങ്ങൾക്കും പീഡനങ്ങൾക്കും ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങാവുന്ന ഒരു ഗവൺമെൻറ് മുന്നണിയുമാണ് LDF. അതിൻ്റെ ചാൻസലറായിട്ട് ആര് വരണമെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതിൽ ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രി തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ചാൻസലറാകാൻ യോഗ്യനായിട്ടുള്ളത്. അതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം ഇവരെല്ലാവരും, ഞാൻ പറയുന്നല്ലോ, ഇതെല്ലാം സമൂഹത്തിൻ്റെ നന്മയും തിന്മയും എല്ലാ പൊതുപ്രവർത്തകരിലും ഉണ്ടാകും. പക്ഷേ അങ്ങനെയുള്ളവരെ കൈ വെച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു മെസ്സേജ് അയച്ചു എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആവേശം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആത്മവിശ്വാസം കൊടുക്കുകയാണ്. നിങ്ങൾ മുന്നോട്ട് വന്നൊരു പരാതിയുമായിട്ട് വാ, ഞാനത് ചെയ്യാം. മുഖ്യമന്ത്രി എന്താ കേരളത്തിൻ്റെ ഈ സംഭവങ്ങൾ മുൻപ് ഒരിക്കലും ഇല്ലാത്ത നിലയിലേക്ക് പാലക്കാട് പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു DYFIയുടെ പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടിയെന്നായിരുന്നല്ലോ അന്ന് വാർത്ത വന്നത്, പീഡന ശ്രമം ഉണ്ടായപ്പോൾ. അന്നെന്തേ പാർട്ടി പരാതിയായി ഒതുക്കി തീർത്തത്? അതുകൊണ്ട് ഇത് അപഹാസ്യമാണ്, മുഖ്യമന്ത്രി പദത്തിന് അനുയോജ്യമല്ല ഈ നിലയിലേക്ക് ഉള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് അപജയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു മൂല്യമുണ്ടായിരുന്നു. ഇന്ന് ഈ മുഖ്യമന്ത്രി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കുഴിച്ചു മൂടിക്കൊണ്ട് അല്ലെങ്കിൽ വെറും വൃത്തികെട്ട നാടകങ്ങളുമായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്.